ശ്വാസം നീട്ടിയിടവേ ഒന്നായി കാണും സ്വപ്നങ്ങളെ വിണ്ണിൻ ചേരും മേഘങ്ങളെ നിൻ കണ്ണിൽ താരങ്ങളായി എന്നോമലേ എൻ കൺമണി നിന്നോളമില്ലേ ലോകവും നിന്നിളം പുഞ്ചിരിയിൽ നിന്നോമൽ കൊഞ്ചലിൽ ഞാൻ താനെ മീട്ടുമീണമായി രാവിൻ നീലാതിങ്കളായി എൻ ശ്വാസമേ എൻ ജീവനേ നിന്നോളമില്ലേ ലോകവും നിന്നോളം നിന്നോളം ഇനിയെല്ലാമേ നിന്നോളം നിന്നോളം ഇനിയെല്ലാമേ നിന്നോളം അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല ഈ റബ്ബർ ടാപ്പിംഗ്. എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ്. കുന്നുമലയൊക്കെ കയറണം, കൊതുകടി കൊള്ളണം. പക്ഷെ ഞാനിതൊക്കെ ചെയ്യും. കാരണം എനിക്കും ദിവ്യ എസ് അയ്യരെ പോലെ മൾട്ടി ടാസ്കർ ആവാനാണ് ആഗ്രഹം. ചേച്ചി പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ എടി ദിവ്യ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു യൂട്യൂബ് ഓരോന്നും കൊണ്ട് വന്നോളൂ പൊടി. അമ്മേ, അതിന്ന് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോയാ. കുറച്ചുകൂടെ കണ്ടന്റ് വേണമായിരുന്നു അമ്മേ. ഷോ, അവളൊന്ന് രസത്തിൽ പറഞ്ഞു വരുമായിരുന്നു. നീ അതിന്റെ ബാക്കി കൂടെ അങ്ങ് എടുത്ത് കൊടുക്കേണ്ട സുജയ്. പിന്നെ ചേച്ചിക്ക് അത് പറഞ്ഞാൽ മതി. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ളതാ. പഠിക്കുന്ന കാര്യത്തിലേ ഇവയ്ക്ക് ശ്രദ്ധയൊന്നുമില്ലല്ലോ. എന്നിട്ട് പറയുന്നതോ കളക്ടർ ആവണ പോലും. മെനക്കെടുത്താനായിട്ട് വന്നോളൂ. ദിവ്യേശേരെ അവളങ്ങനെ പലതും പറയും. നീ സൂപ്പർ ആടി. ആലോലം കാട്ടിൽ താരാരം മേട്ടിൽ കുഞ്ഞിക്കിളിക്കൊരു കൂട്. ആ ചെറുകൂട്ടിൽ രാരീരം പാട്ടിൽ കുഞ്ഞിക്കിളിക്കാരു കൂട്ട്. ചെറുചിരിയോലും കനവണഞ്ഞാലോ മിഴിക്കൂട്ടിൽ കുളിരലയാലേ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ എസ്. എനിക്ക് ദിവ്യ എസ് അയ്യരെ പോലെ കളക്ടർ ആവണം, പാട്ടുകാരിയാവണം, എഴുത്തുകാരിയാവണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. മിന്ന മിന്നി തൂവെട്ടം അമ്മക്കിളിയുടെ പൊന്മുത്തം ഇളവയിലായി വിരിയിന്നോമൽക്കിനാവിനും ഉയരേകും അവൾ കൂടെ മനമലിയാൻ കതിരേകും. വീഡിയോസൊക്കെ അടിപൊളിയാവുന്നുണ്ടല്ലോ. നിന്റെ റബ്ബർ വെട്ടുന്ന വീഡിയോ ഉണ്ട്. ദിവ്യ എസ് അയ്യർ വരുമെന്നാണ് നിന്റെ വിചാരം? വരും നേരം അവൾ പാട്ടിൻ ചെറുതൂവൽ ചിരിയേകും. മിന്ന മിന്നി തൂവെട്ടം അമ്മക്കിളിയുടെ പൊന്മുത്തം. ഇതിൻ്റെ അകത്ത് ഹിന്ദിയും മലയാളവും ഉണ്ടേ. ഇനി നിനക്ക് ഇംഗ്ലീഷ് കൂടെയല്ലേ ഉള്ളൂ? അല്ല, മാത്സ് കൂടെ ഉണ്ട്. അതും ഉണ്ടോ? നീ എങ്ങനെയേലുവേ അതൊന്ന് എഴുതി തീർക്കാൻ നോക്കേ. ഇവിടെ ഒറ്റയ്ക്ക് നോട്ട്സൊക്കെ എഴുതി മടുത്തു. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ വന്നാൽ മതിയായിരുന്നു. സർജറി ഒക്കെ കഴിഞ്ഞാൽ വേഗം വരാന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? പിന്നെ ഓടിച്ചാടി വരാവിടെ. നടക്കുവന്നേ, ഒക്കെ സെറ്റാവും. പിന്നെ നിനക്ക് എന്തെങ്കിലും നോട്ട്സോ അസൈൻമെന്റോ എല്ലാം എഴുതാനുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ അടുക്ക പറയണേ. എങ്കിൽ ഞാൻ പോട്ടെ.
ഡി ദിവ്യ സയ്യരെ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. നിന്റെ നോട്ട്സ് ഫുൾ അക്ഷരത്തെറ്റാ. ആഹാ, നീ എൻ്റെ അമ്മയ്ക്ക് പഠിക്കോ? ഞാനേ ദിവ്യ എസ് അയ്യരെ പോലെ കളക്ടറും ആകും, വീഡിയോയും എടുക്കും. കാണാം. ശരിയേ, ടാറ്റാ. ഉം. ആ സ്ത്രീ ഡി ബ്ലോക്കിലല്ലേ? ആ, ഇത് ഈ ഷുഗർ ലോ ആവുന്നതിൻ്റെ പ്രോബ്ലമാണ്. അവിടെ ആശാ വർക്കർ ആരാ? ആ, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്. ആ, എന്തെങ്കിലും ആവശ്യം വന്നാലേ ആ ഡ്രൈവർ ഷിബുവിനെ ഒന്ന് വിളിക്കാൻ പറ കേട്ടോ. അവൻ ആംബുലൻസുമായിട്ട് അങ്ങ് വരും. ആ, അത് പറഞ്ഞാൽ മതി. ശരി. ആ രമണി, ഞാൻ വിളിപ്പിച്ചതേ കൊച്ചിൻ്റെ റിസൾട്ട് ഇപ്പോഴാണ് വന്നത്. എന്താവാനാ, ഞാനെന്ന് പറഞ്ഞ പോലൊക്കെ തന്നെ. അയ്യോ, അപ്പോൾ കുഴപ്പമാണെന്നാണോ ഡോക്ടർ പറയുന്നത്? കുഴപ്പമാണെന്നല്ലേ ഞാനെന്ന് പറഞ്ഞത്. ഇനി വെച്ചോണ്ടിരിക്കരുത്. എത്രയും വേഗം രമണി നമുക്ക് പുറത്ത് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. കാശ് അങ്ങോട്ട് ഒത്തു വന്നില്ല ഡോക്ടറെ. എല്ലാം കൂടെ പറയല്ലേ, കാശ് കുറേ ചിലവാകും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാം. തോട്ടത്തിലെ കണ്ണമുതലാളിയോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടാണെങ്കിലും കാശ് വേഗം ശരിയാക്കി തരാൻ പറയണം. എനിക്കത്രേ പറയാനുള്ളൂ. ഹലോ, അത് നിങ്ങളിതുവരെ നോക്കി? നീ യൂട്യൂബിലിരുന്നേ കളക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ ദിവ്യേ. ആദ്യം നീ പഠിച്ച 10ാം ക്ലാസ് എങ്ങനെയാലും ഒന്ന് പാസ്സാവാൻ നോക്ക്. ഈ വീഡിയോയ്ക്കൊന്നുമേ ആ പഴയൊരു വ്യൂസ് ഇല്ലല്ലോ എൻ്റെ സുജേ. ഓ, ഉള്ളതൊക്കെ മതിയേ. ആദ്യം എൻ്റെ മോള് മര്യാദയ്ക്ക് പാടിക്ക്, അല്ലെങ്കിലേ അമ്മയെ പോലെ റബ്ബറുമായിട്ട് ജീവിക്കേണ്ടി വരും. ഓ, അപ്പൊ അമ്മ പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചായിരുന്നേ ഞാനിപ്പോ എല്ലാം നല്ല സെറ്റപ്പിൽ കഴിഞ്ഞേനെ അല്ലേ? അതേടി, അതാ ഞാനും പറഞ്ഞേ. അല്ലേ തന്നെ നിനക്കെന്താ ഇപ്പൊ ഒരു കുറവ്? നീയേ ചക്കുപുരക്കലെ കൊച്ചാ. അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. എൻ്റെ മോളെ, നീ ആ കാവാലത്ത് എന്ന് ചക്കുപുരക്കാരൊന്ന് തിരക്കണം. ഞങ്ങളുടെ അപ്പനെ 150 മൂട് റബ്ബർ, 50 മൂട് തെങ്ങ്, പിന്നെ ജാതി, കാപ്പി, ചീനി. തിന്നാനും കുടിക്കാനും കർത്താവ് സഹായിച്ചിട്ട് ഒരല്ലലും ഇല്ലായിരുന്നു. പക്ഷെ കാലം തെറ്റിയൊരു മഴയില്ലേ, വെള്ളപ്പൊക്കം വന്ന് എല്ലാം അങ്ങ് പോയി. രാത്രി വെള്ളം ഇങ്ങനെ ഇരച്ചു വന്നപ്പോൾ ഞാൻ കണ്ടതാ പോത്തുകളെ അഴിച്ചു വിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അപ്പം പോകുന്നത്. വെള്ളം ഒരു വര വരുന്നു. പിന്നെ എന്നെയും ത്രേസി ചേച്ചിയും ആരോ എടുത്തുകൊണ്ട് പോയി. ഞങ്ങളന്ന് കൊച്ചുങ്ങളല്ലേടി. കാലത്ത് വെള്ളം ഇറങ്ങിയപ്പോൾ അപ്പനും ഇല്ല, അമ്മച്ചയും ഇല്ല. അപ്പൻ്റെ അകന്നൊരു ബന്ധുവില്ലേ, ലീലാമ്മച്ചി, അവർ വന്ന് ത്രേസി ചേച്ചി മാത്രം എങ്ങോ കൊണ്ടുപോയി. അതോടെ എനിക്കിപ്പോൾ ആരും ഇല്ലാതായി. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ രക്ഷകനെ പോലെ കുഞ്ഞപ്പച്ചേട്ടൻ വന്നു. 6 ഇട്ടിമുട്ടിക്കലെ കുഞ്ഞപ്പച്ചേട്ടനെ ത്രേസി ചേച്ചിന്ന് വെച്ച ജീവനായിരുന്നു. എല്ലാവരും പോയിന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞപ്പച്ചേട്ടൻ തകർന്നിരുന്നു. ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചു, കൊച്ചേ നിനക്ക് എന്നാ വേണമെന്ന്. ഞാൻ പറഞ്ഞതേ എനിക്ക് ആരെങ്കിലും ഒക്കെ വേണമെന്നാ. കുഞ്ഞപ്പച്ചേട്ടൻ കൊണ്ടുവന്ന് എന്നെ ഈ വീട്ടിലാക്കി. അമ്മയ്ക്ക് പപ്പയെ മിസ് ചെയ്യാറുണ്ടോ? പപ്പയ്ക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലേ? അത്ര സ്നേഹമായിരുന്നോ? ഭയങ്കര സ്നേഹമായിരുന്നു. ഒത്തിരി സ്നേഹം വരുമ്പോൾ ഒത്തിരി സ്നേഹിക്കട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് എൻ്റെ കയ്യിലിങ്ങനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് എന്നിട്ട്
എൻ്റെ സുജുവെന്ന് വിളിക്കും. എൻ്റെ സുജുവേ. എന്നിട്ട് എന്നിട്ട് ചിലപ്പം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും, ചിലപ്പം കരയും, ചിലപ്പോൾ ചിരിക്കും. എൻ്റെ അപ്പനെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാൾ. പപ്പ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണോ അമ്മയുടെ വിചാരം? എൻ്റെ ഓർമ്മയിൽ നീ എൻ്റെ തോളിലാഴ്ന്ന് നിൽ. നിശബ്ദയായി ഞാൻ അപ്പോൾ ശരിക്കും അങ്കിൾ ജീവിച്ചിരിപ്പില്ലേ? അറിയില്ല മോളെ. അന്ന് ഞങ്ങള് കുറേ പേര് ഓടി രക്ഷപ്പെട്ടു. അവനും വരുമെന്നായിരുന്നു എൻ്റെ വിചാരം. കുറച്ചു നേരം ഞാനും നോക്കി നിന്നു, പിന്നെ കണ്ടില്ല. നിന്റെ അമ്മ പറയുന്ന പോലെ എൻ്റെ കാലല്ലേ ഒടിഞ്ഞുള്ളൂ. അവനെന്തേലും വരും. നേരെ ഒരുപാടായി, വല്ലതും കഴിച്ചിട്ട് വന്ന് കിടന്നേ. നീ കിടന്നോ, ഞാൻ വരാം. നാളെ എനിക്ക് കുറച്ച് നേരത്തെ പോകണം. സിന്ധു ചേച്ചി ലീവാ. അവരുടെ കൊച്ചിനെ കാണാനുള്ളവർ നാളെയാ വരുന്നേ. അണ്ണാ, എങ്ങനെയാ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം? അവളെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കണ്ടായോ? ഇന്നലെ തന്നെ 2 പ്രാവശ്യമാണ് ഛർദ്ദിച്ചത്. അങ്ങനെ ഒന്നും പറയാതെ കയറിപ്പോയാൽ എങ്ങനാ? എന്ത് വിറ്റ് പറക്കിയിട്ടാന്നേലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കും. ശ്ശോ. തീ പോലെ പെയ്യുന്നേ നെഞ്ചാകെ നീറുന്നേ എന്നാരോ മൽവിങ്ങുന്നേ തനിയേ ഞാൻ തനിയേ. അനൂപ് ഡോക്ടർ പറയുന്നതേ കൊള്ളാവുന്ന ഏതേലും ആശുപത്രി കാണിക്കണമെന്നാ. സർജറിക്കെല്ലാം കൂടെ എത്ര രൂപയാണ് പറയുന്നത്? അത് കുറച്ച് വേണം. എന്നെക്കൊണ്ട് എങ്ങനെ കൂട്ടാനാ? കടം വാങ്ങാന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ആര് തരാനാ ഇത്രയും കാശ്? ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അല്ലെണ്ണ എന്തോ പറയുന്നേ? നിനക്കറിയാത്തയാണോ അയാളെ? എനിക്ക് ഒന്നിലും ഒരു ചേച്ചി, നമ്മളെപ്പോലുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? എല്ലാം അവസാനിച്ചൊന്നും തോന്നിടത്തുന്നേ ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചാടിക്കയറി വരും. ആദ്യം അയാൾ ചവിട്ടി കയറുന്നത് നമ്മുടെ മനസ്സിൻ്റെ 25ാമത്തെ പടിയാകും. പിന്നെ 50, 100, പിന്നെ എല്ലാ അത്ഭുതങ്ങളും അയാളും കാണിച്ചു തരും. ഈ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഏതും തോട്ടമാണെന്ന് വരെ തോന്നും. അങ്ങനെ ഒരാൾ വരും. വരും. ഒരു കാരണങ്ങളുമില്ലാതെ അയാൾ നമ്മളെ സ്നേഹിക്കും. സ്നേഹം അങ്ങനല്ലേ? കാരണങ്ങളൊന്നുമില്ലാതെ നമ്മളിലേക്ക് വന്നിറങ്ങും. നമുക്ക് എന്തേലും ഒരു വഴി കാണാം ചേച്ചി. അപ്പോൾ നമുക്കൊക്കെ അസുഖം വന്നാലോ? എൻ്റെ മോൾക്ക് ഇപ്പം ഡോക്ടർ ആവണമെന്ന് തോന്നുന്നുണ്ടോ? ദിവ്യാസൈര ഡോക്ടറുമാണേ. എനിക്ക് രമണി ചേച്ചിയുടെ സങ്കടം അങ്ങോട്ട് കണ്ടു നിൽക്കാൻ വയ്യ. ഇത്രയും കാശ്. എനിക്ക് നീയും അവളും ഒരുപോലല്ലേടി. എല്ലാവരും പറയും പെമ്മക്കളുണ്ടാകുന്ന ഒരു ഭാഗ്യമാണെന്ന്. അതൊരു ഭാഗ്യമല്ല, നമ്മൾ ചെയ്ത ഏതോ നന്മയാ. എൻ്റെ അമ്മ പറയുമായിരുന്നു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന്.
ഒന്നും പറയാതെ തന്നെ അവരെല്ലാം അറിയും. അമ്മമാരും മക്കളും അങ്ങനെയല്ലയോ? നമ്മളൊക്കെ ജീവിക്കുന്നതേ അവർക്ക് വേണ്ടിയാ. അമ്മ സങ്കടപ്പെടാതെ. ഈ റബ്ബർ പോലെയാ നമ്മുടെയൊക്കെ ജീവിതം. മുറിവേറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ അവസാനം മൊത്തം ഊറ്റിയെടുത്ത് ഒരു വെട്ടിക്കളയലുണ്ടേ. രമണി ചേച്ചി ഞാനും ഒക്കെ ഈ മരങ്ങൾ പോലെ ചേർന്ന് നിന്നവരാ. ഞങ്ങൾക്ക് ഞങ്ങളുടേതെന്ന് പറയാൻ നിങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സങ്കടത്തിൽ അവരെ സഹായിക്കാനൊന്നും പറ്റാതെ ഇങ്ങനെ ഇരുളേ മായുമോ മനമേ മറക്കുമോ ഉള്ളിൽ കരയാതെ നീ വിങ്ങി പിടയാതെ നീ കുഞ്ഞിപ്പൂവേ വാടാതെ നീ എന്തുവാടി നീ ഫോണും കൊണ്ട് ചെയ്യുന്നേ? ഞാൻ അസൈൻമെന്റ് അസൈൻമെന്റ് അവിടെ എപ്പോ നോക്കിയാലും ഫോണ്. ഇനി നീ ഫോൺ എടുക്കണ്ടടി. അസൈൻമെന്റ് ചെയ്യാൻ വന്നിരിക്കുന്ന അവള് ഫോണും കൊണ്ട്. അവിടെ ഒരു യൂട്യൂബും ഫോണും എത്ര നാളും കൊണ്ട് തുടങ്ങിയതായത്. ഇനി നിന്റെ മാർക്ക് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇനി ഫോണുമായിട്ട് അങ്ങനെ നീ ഇരിക്കുന്ന കണ്ടാലാ തരത്തില്ലടി നിനക്ക്. തിങ്ങി തരത്തില്ല. ഇനി സ്കൂളിൽ ചെന്നിട്ട് സാറന്മാരെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണം. എല്ലാത്തിനും ഈ ഫോണാ. എല്ലാത്തിനും ഈ ഫോണാ. അത് സാരമില്ല, ഒരു ഫോണല്ലേ, ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാം. പണിയാവോന്നാ? നീ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി. നമുക്ക് നോക്കാന്നേ. എനിക്കിപ്പോ ഫോണില്ലാതെ പറ്റത്തില്ലടാ. മനസ്സിലായി. നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കാം. ശരി, സേഫായിട്ടിരിക്കണം. ബൈ. എന്താടി നീ ഇത്ര താമസിച്ചേ? എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. സുജയ്, നിന്റെ കൊച്ചായോണ്ടോ ഞാൻ നിന്നോട് ഈ പറയുന്നത്. നീ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
കൊച്ചല്ലേ, കാര്യം പറഞ്ഞ അവൾക്ക് മനസ്സിലാവത്തില്ലയോ? നീ എന്തിനാ അവളെ ഇങ്ങനെ തല്ലിയേ സുജേ? റബ്ബർ വെട്ടുന്ന കത്തിയെടുത്ത് ഒറ്റക്കുന്നിന് കൊല്ലാനാണ് എനിക്ക് തോന്നിയത്. ഒന്ന് ചുമ്മാ ഇരുന്നേ സുജേ. നീ വന്ന് വല്ലതും കഴിച്ചേ. എനിക്കിനി സങ്കടപ്പെടാനൊന്നും വയ്യ ചേച്ചി. എല്ലാവരും പറയും കുറേ സങ്കടം സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ശീലമാകുമെന്ന്. പക്ഷെ എനിക്കതിനുള്ള ത്രാണിയില്ല ചേച്ചി. എൻ്റെ എല്ലാ സങ്കടവും അവൾക്കറിയാം, അവക്കേ അറിയൂ. എന്നിട്ടാ അവള്. സുജേ, പിള്ളേരല്ലേ, തെറ്റുപറ്റിയാൽ നമുക്ക് തിരുത്താം. ഈ വെളുപ്പാങ്കാലത്തിറങ്ങി കൊതുകടിയും കൊണ്ട് പാമ്പിനെയും പഴുതാരെയും ഒക്കെ ചവിട്ടിയാ നമ്മൾ ഈ റബ്ബർ വെട്ടുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയോ ചേച്ചി? ഞാൻ നല്ലൊരു സാരി വാങ്ങിച്ചിട്ട് കൊല്ലം ഒന്നായി. നീ ഒന്ന് സമാധാനപ്പെടു സുജേ. ഞാൻ ചെന്നാ കൊച്ചിനെ ഒന്ന് നോക്കട്ടെ. അമ്മേ, 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 അമ്മേ പോവല്ലേ. അമ്മ, ഞാൻ ബിബിൻ. എന്നെ മനസ്സിലായില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ പ്ലീസ്, അമ്മ ഞാൻ പറയുന്നൊന്ന് സമാധാനമായിട്ട് കേൾക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ സഹായിക്കണം. രമണിയമ്മ ഒരു പാവോ. നീ ധൈര്യമായിട്ടാ വീഡിയോ ചെയ്യും. സ്നേഹം വരണം ആ വീഡിയോക്കകത്ത്. അവളുടെ അവസ്ഥയും സാഹചര്യവും എല്ലാം വരണം. ആരെങ്കിലും ഒക്കെ സഹായിക്കും. അവള് സമ്മതിച്ചപ്പോഴല്ലേ അമ്മ ഫോണും കൊണ്ടുപോയേ. എനിക്കിനി ചോദിക്കാനും വയ്യ. അത്ര ദേഷ്യത്തില്ല അമ്മ. അത് സാരമില്ല, ഒരു ഫോണല്ലേ, നമുക്ക് എന്തെങ്കിലും നോക്കാം. സൂക്ഷിച്ചു നോക്കണേ. നല്ലൊരു കാര്യത്തിനാണ് ഞാൻ തന്നെ. വേഗം തിരിച്ചു തരണേ. ഞാൻ പോട്ടെ. താങ്ക്സ്. ബൈ. ശരി. എല്ലാവരും എൻ്റെ കൂട്ടുകാരിയെ സഹായിക്കണേ പ്ലീസ്. എൻ്റെ അമ്മയുടെ കയ്യിലോ രമണിയമ്മയുടെ കയ്യിലോ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ സഹായിക്കണേ പ്ലീസ്. ഡാ, ഞാൻ ഇന്നെടുത്ത സ്നേഹയുടെ വീഡിയോ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടേ. ഇന്ന് തന്നെ നീ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കണേ. ശരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അവളെ സഹായിക്കണം എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ഫോൺ ഞാൻ കൊടുത്തത്. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ഈ സുജേ, എൻ്റെ അക്കൗണ്ടിൽ കുറേ പൈസ വന്നു. ദിവ്യ അവള് ചെയ്ത വീഡിയോ കണ്ടിട്ടാ. ഡീ, അവളാടി എനിക്കെല്ലാം കൊണ്ടു തന്നത്. ഞാനവളെ തല്ലിയടി. കൊച്ചെന്തിയടി?
പറയാതെ പോയത്? ഞാനിപ്പോഴല്ല അറിഞ്ഞത്. അമ്മയോട് ക്ഷമിക്കും മോളെ. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൂടെ? അമ്മക്കിളിയുടെ പൊന്മുത്തം മിന്നാമിന്നി തൂവെട്ടം അമ്മക്കിളിയുടെ പൊന്മുത്തം ഇളവയിലായി വിരിഞ്ഞിടും കുഞ്ഞോമൽ കിനാവിനും ഉയരേകും അവൾ കൂടെ മനമലിയാൻ കതിരേകും നറുനോവിൽ മയങ്ങുന്ന കിനാവള്ളി കിടാവിനും നിമിനേരം അവൾ പാട്ടിൻ ചെറുതൂവൽ ചിരിയേകും ആലോലം കാട്ടിൽ താരാരും മേട്ടിൽ ചെറുകൂട്ടിൽ